നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. അയാൾക്കൊരു ഒരു ഒരു എന്താ പറയേണ്ട ഒരു ട്രോമയിൽ തന്നെയാണ് ആദ്യം മുതൽ. അയാൾ ഭയങ്കര ദുഃഖിതനാണ്. അയാൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സന്തോഷവാനല്ല. പിടിക്കപ്പെടാം എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥയാണ്. ഇത് വല്ലാത്തൊരു ഒരു ട്രോമയാണ്. കുറച്ചുകൂടി ഒരു ഇമോഷണൽ ഫിലിം ആകാൻ സാധ്യത. അതായത് ഇമോഷൻസ് ആണ് നമ്മൾ പറയുന്നത്. കാര്യം 13 വർഷം കൊണ്ട് ആ ഫാമിലി വലുതായി, കുട്ടികൾ വലുതായി. അയാൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് മനസ്സിലാവില്ല. കാര്യം അയാൾ ഭയങ്കര കാൽക്കുലേഷനിലൊക്കെ ആയിരിക്കും ജീവിക്കുന്നത്. അതിൽ നിന്നൊരു ഒരു ചെറിയൊരു ബബിള് പൊട്ടിയാൽ എല്ലാം തകർന്നു. പിന്നെ ഒരു പേടിയിലും ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ അയാളുടെ ഒരു ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ട്രോമയാണ്. അപ്പം ആ ഗ്രീഫ് ഞാൻ ഏറ്റെടുക്കുന്നില്ല, അത് ജോർജ് കുട്ടിക്ക് തന്നെ കൊടുത്തിരിക്കുക. അപ്പോൾ ഇന്ന് ദൃശ്യം 3 സിനിമയാണല്ലോ ഒരു ചർച്ചാ വിഷയം. ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഞങ്ങളും ഫാമിലിയായിട്ട് ഇവിടെ കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിൽ വന്നാണ് ദൃശ്യം 3 കാണുവാനുള്ള അവസരം ലഭിച്ചത്. അത് റിലീസ് ചെയ്യുന്ന ഡേറ്റ് 21-ാം തീയതി ആയിരുന്നു. അന്ന് ഞങ്ങൾ കൊൽക്കത്തയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ റിലീസിംഗ് ഡേറ്റിലൊന്നും കാണുവാൻ സാധിച്ചില്ല. മുന്നത്തെ ഭാഗങ്ങൾ സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ 3-ാം ഭാഗത്ത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരിക്കും. ആ രീതിയിലാണ് സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. സിനിമ കാണുവാൻ സാധിച്ചത് ഞായറാഴ്ചയാണ്. കഴിഞ്ഞ ഞായറാഴ്ച PVR സിനിമാസിലാണ് കണ്ടത്. ഈ സിനിമയെക്കുറിച്ച് ആധികാരികമായി ഒന്നും പറയുവാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഈ സിനിമ എത്രയോ വലിയ തലങ്ങളിലേക്ക് എത്തിച്ചേർന്ന ഒരു സിനിമയാണ്. ജിത്തു ജോസഫും ഗ്രൂപ്പും ആ ഒരു ക്രൂവും നന്നായിട്ട് ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് കഥാപാത്രങ്ങളെയൊക്കെ ഒന്നിച്ചു കൊണ്ടുവരുവാനായിട്ടും ഇതിൻ്റെ മുമ്പത്തെ ദൃശ്യം 3 വരെ വന്നെത്തി നിൽക്കുമ്പോൾ ദൃശ്യം 2 വരെ ചെയ്ത കഥാപാത്രങ്ങൾ ആരൊക്കെയാണോ അവരെയൊക്കെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ കഥാപാത്രങ്ങളെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്തു, എന്താണ് ഒരു എൻ്റെ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു ആസ്വാദനം എന്തായിരുന്നു എന്ന് ഞാൻ ഷെയർ ചെയ്യുകയാണ് നിങ്ങളുമായിട്ട്. അതിൽ മോശമായി കൂടുതലായിട്ടൊന്നും പറയുവാൻ ഈ സിനിമയെക്കുറിച്ച് മറ്റാരെപ്പോലും എനിക്കുമില്ല. കാരണം ഈ സിനിമ സാങ്കേതിക തികവോടെ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ എല്ലാ ലൊക്കേഷനുകളൊക്കെ കൃത്യമായിട്ട് അത് തന്നെയാണ് പഴയ സിനിമയിൽ ഉണ്ടായിരുന്നത്. അപ്പം ദൃശ്യം 3 കാണുവാൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമയോടൊപ്പം സഞ്ചരിക്കുന്നവരായിരിക്കണം നമ്മൾ. ദൃശ്യം 2 കൂടി കണ്ടതിന് ശേഷമേ ദൃശ്യം 3 കാണുമ്പോൾ അതിന് നമുക്ക് എന്താണെന്ന് ശരിയായിട്ട് ഒരു ആസ്വാദന തലത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഞാൻ ദൃശ്യം 2 കണ്ടതല്ലായിരുന്നു. ഇവിടെ വന്ന് സ്മാർട്ട് ടിവിയിൽ ബിഗ് സ്ക്രീനിൽ തന്നെ നമ്മുടെ വീട്ടിലിരുന്ന് ദൃശ്യം 2 OTT പ്ലാറ്റ്ഫോമിൽ കണ്ടു. അപ്പോൾ എന്തായാലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും വെച്ച് തന്നെ സംസാരിക്കുകയാണ്. ദൃശ്യം 3 എങ്ങനെയിരുന്നു? അഭവൻ ഷാജോൺ ദൃശ്യത്തിലും ദൃശ്യം 2-ലും ദൃശ്യം 3-ലും വളരെയധികം എഫോർട്ട് ഇട്ട് നന്നായിട്ട് ഈ കഥാപാത്രത്തെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ദൃശ്യം 3-ൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ ആ ഭാവമാറ്റം ദൃശ്യം 3-ൽ വളരെ ഉന്നത തലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. കലാഭവൻ ഷാജോണിന്റെ മുരളി ഗോപി ചെയ്ത പോലീസ് ഓഫീസറിന്റെ റോള്, ആ പോലീസ് ഓഫീസർ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുവന്ന പോലീസ് ഓഫീസർ ദൃശ്യം 2-ൽ കണ്ടതാണ്. ദൃശ്യം 3-ൽ ഒരു അസ്വാഭാവികതയായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എടുത്തു പറയുകയാണ്. ദൃശ്യം 3-ൽ മുരളി ഗോപിക്ക് ഈ 13-17 വർഷങ്ങൾ കടന്നുപോയി. തീർച്ചയായിട്ടും മുരളി ഗോപിയുടെ ആ ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടറിന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ ആ ഒരു കഷണ്ടിത്തലയോടുകൂടി തന്നെ ഒപ്പിവെച്ചാണ് അദ്ദേഹം അഭിനയിക്കുന്നത് പോലീസ് ഓഫീസർ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ അഭിനയിക്കാമായിരുന്നു എൻ്റെ ഒരു പക്ഷം. കാരണം അദ്ദേഹത്തിന്റെ മുടി പുറകിലോട്ട് വളർന്നു നിൽക്കുന്ന ആ ഒരു വിഗ് നമുക്ക് അസ്വാഭാവികത തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു പോലീസ് ഓഫീസർ അത്ര ഒരു രീതിയിൽ നമ്മൾ കാണാറില്ല. പിന്നെ അത് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ അദ്ദേഹത്തിന്റെ ഓരോ മൂവ്മെന്റ്സും ഒക്കെ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദൃശ്യം 2-ലും അദ്ദേഹം ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം എപ്പോഴാണ് വരുന്നത് എന്ന ആകാംക്ഷയോടെ ഞാൻ ശ്രദ്ധിച്ചിരുന്നിരുന്നു ഈ ദൃശ്യം 3-ൽ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈല് വളരെ നന്നായിരുന്നു. അപ്പം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാപ്പ് ഊരി ഇങ്ങനെ ഊതുന്ന ആ ഒരു മാനറിസം ഒക്കെ ആയിരുന്നു. അപ്പോഴും ആ ബാഡ്നെസ് വേണമെങ്കിൽ പൂർണ്ണമായിട്ടും കാട്ടാതിരിക്കാൻ ആ മാനറിസം ഒഴിവാക്കിയാൽ വേണമെങ്കിൽ സാധിക്കുമായിരുന്നു. അത് മാത്രമേ ഉള്ളൂ ഈ പോരായ്മയായി കഥാപാത്രത്തിന് പറയുവാനുള്ളത്. പിന്നീട് നമ്മൾ നായകന്മാര് ഭരത് മോഹൻലാൽ, മീനു, ഇവരെ അതായത് ജോർജ് കുട്ടി, മീനു, പിന്നെ അൻസിബ, ഇസ്തർ, ഇവര് 4 പേരും അഭിനയിച്ച കഥാപാത്രങ്ങൾ. അൻസിബ അഭിനയിച്ച കഥാപാത്രം പറയാതിരിക്കാൻ പറ്റില്ല. അവസാന രംഗങ്ങളിൽ വളരെ നന്നായി അൻസിബ ആ വേഷം കൈകാര്യം ചെയ്തു. ഈ ദൃശ്യം 3-ൽ, ദൃശ്യം 2-ലും ദൃശ്യത്തില് ആദ്യത്തെ ഭാഗത്തിലും ഒക്കെ വളരെ മിതത്വം പാലിച്ച നല്ല അഭിനയം തന്നെയായിരുന്നു. എസ്തർ എന്ന് പറയുന്ന ആ ഒരു ഇളയ മകൾ വേഷം ചെയ്ത ആ കുട്ടി തീർച്ചയായിട്ടും അത് വളരെ നന്നായിട്ട് നമ്മളെ രസിപ്പിക്കുന്ന ഒരു കഥാപാത്രമായി ഒരു കൊച്ചുകുട്ടിയായിട്ട് തന്നെ ഇതിനകത്ത് നല്ല റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു ഇത്രയും കാലഘട്ടത്തിന് ശേഷമുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ അവരുടെ ശരീര ഭാഷ്യത്തിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴും ഞാനത് എടുത്തു പറയാൻ കാര്യം നായകന്മാരായി അഭിനയിച്ച ജോർജ് കുട്ടിയും റാണിയും ഇവരുടെ രണ്ടുപേരുടെയും കഥാപാത്രങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. താടി വെച്ച് ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. ആ താടി വെച്ചത് ദൃശ്യം 2-ലും നമ്മൾ കണ്ടു. ദൃശ്യം 3-ല് അതുപോലെ തന്നെ അദ്ദേഹത്തിന് വണ്ണം വെച്ചിട്ടുണ്ട് ഈ ദൃശ്യം 3-ല്. അത് തീർച്ചയായിട്ടും അത് സ്വാഭാവികമായി ഈ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു മാറ്റമായി നമുക്ക് കരുതാം. എങ്കിൽ പോലും ആ തലയില് ഒരു തലനാഴിക പോലും നരച്ചിട്ടില്ലാത്ത ഒരു കഥാപാത്രമായി പൂർണ്ണമായിട്ടും അവരെ അവതരിപ്പിച്ച് കാണിച്ചതിൽ, അല്ലെങ്കിൽ നരിയുടെ കാര്യത്തിൽ വേണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ പറയാം അത് നമുക്ക് ഈ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ എല്ലാവരും പിന്നെ ബ്ലാക്ക് ഡൈ ഒക്കെ അപ്ലൈ ചെയ്യും. പക്ഷെ ആ ഒരു മിനുവിന്റെ കഥാപാത്രം റാണി എന്നുള്ള കഥാപാത്രത്തിൽ ജോർജ് കുട്ടിയാണെങ്കിലും മെച്ചപ്പെട്ട അഭിനയം തന്നെ നിലനിർത്തി പോരുമ്പോഴും ഈ സ്വാഭാവികത എനിക്ക് തോന്നിയിരുന്നു. തീർച്ചയായിട്ടും അത് ഞാൻ തുറന്നു പറയുകയാണ്. അപ്പോൾ ബാക്കിയുള്ള സാങ്കേതിക തികവും എല്ലാം അംഗീകരിക്കുന്നു. കഥാപാത്രങ്ങളെല്ലാം തന്നെ നന്നായി പ്രസന്റേഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. ഗ്ലാമർ ഒന്നും വളരെ വലുതായിട്ട് മാറ്റിയില്ലെങ്കിലും ഒരു നരയെങ്കിലും കൊടുക്കാമായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ഭാഗങ്ങളിൽ അങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുവന്നേക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. അതുപോലെ മിനുവിന്റെ റാണി എന്ന കഥാപാത്രത്തിനും അതൊക്കെ ആകാമായിരുന്നു. കാരണം കുട്ടികൾ വലുതായി ഈ ഒരു ദൃശ്യം 3-ല് ആ ഒരു ഭാഗങ്ങളാണ് കാണിക്കുന്നത്. ദൃശ്യം 4-ല് അതിന് മാറ്റം വരുമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കട്ടെ. എന്തായാലും ദൃശ്യം 4-ന് വേണ്ടി ഈ കഥ എത്തിച്ചു വെച്ചു എന്നുള്ളത് വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ജിത്തു ജോസഫും കൂട്ടരും. അപ്പോൾ ഈ സിനിമയ്ക്ക് സ്ക്രിപ്റ്റൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുമുണ്ട്. അതിനകത്തും ഒരു പിഴവുമില്ല. എല്ലാം നന്നായി ചെയ്തു. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഈ സിനിമ വളരെ നല്ല കോടികളുടെ ക്ലബിൽ തന്നെ എത്തിച്ചേരട്ടെ. കാരണം സിനിമയ്ക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാ കഥാപാത്രങ്ങളും ഒന്നിച്ചു കൂടുക എന്ന് തന്നെ പറയുമ്പോൾ ദൃശ്യം 3-ഉം 4-ഉം നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു പുതിയ റെക്കോർഡ് തന്നെ ഉണ്ടാകട്ടെ. സീരീസിൽ ആയിട്ട് ഇറങ്ങിയ ചിത്രങ്ങളിൽ മികച്ച ചിത്രങ്ങളായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. എന്തായാലും നന്ദി. വീണ്ടും കാണാം അടുത്ത ഒരു വീഡിയോയുമായി.